ദൈവവിശ്വാസത്തിൽ അന്ധവിശ്വാസം എവിടെ തുടങ്ങുന്നു? എന്താണ് ഈ അന്ധവിശ്വാസം? അന്ധം എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്തതെന്നാ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത വിശ്വാസമോ? അതെന്താണ്? അത് യുക്തിക്ക് നിരക്കാത്തത്. അതായത് പലരും ദൈവസങ്കല്പങ്ങൾ, അതുപോലെ ജ്യോതിഷം, ഇതെല്ലാം തന്നെ അവനവൻ്റെ കാര്യം നടക്കുന്നതിന് വേണ്ടി മാത്രം ഉദ്ദേശിക്കും. ഇപ്പം എൻ്റെ മകന് റാങ്ക് കിട്ടണം, അതിനുവേണ്ടി വഴിപാട് നടത്തുന്നു. അല്ലെങ്കിൽ അവന് സ്റ്റേറ്റ് ബാങ്കിൽ ഓഫീസറായിട്ട് കിട്ടണം, അതിനുവേണ്ടി പൂജ, വഴിപാട്, പ്രാർത്ഥന. അല്ലെ എൻ്റെ മകൾക്ക് ഒരു ഡോക്ടറെ വരനായിട്ട് കിട്ടണം. ഇങ്ങനെയൊക്കെ സങ്കല്പിച്ച് പൂജാ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, വ്രതങ്ങൾ ഇതൊക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ്. എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നു, വ്രതമെടുക്കുന്നു, വഴിപാടുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു, പ്രാർത്ഥനകൾ, പുരാണ പാരായണ യജ്ഞങ്ങൾ കൊണ്ടുപിടിച്ചങ്ങോട്ട് നടത്തുക. പക്ഷെ ഇതൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക. അപ്പോൾ വേണ്ട രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവ് എക്സാം പരീക്ഷ എഴുതി അതിൽ മുൻനിരയിലെത്തി തുടർന്ന് വരുന്ന ഇൻ്റർവ്യൂവിൽ വളരെ നന്നായി ഏറ്റവും ഭംഗിയായി നമ്മൾ പ്രകടനം കാഴ്ചവെച്ചാലാണ് വലിയൊരു സ്ഥാപനത്തിൽ ജോലിക്ക് സെലക്ട് ചെയ്യപ്പെടുക. അല്ലാതെ വഴിപാട് നടത്തിയോണ്ട് അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി വേണമെങ്കിൽ വഴിപാട് നടത്താം, നടത്തിക്കോളൂ, നടത്തരുതെന്ന് ഞങ്ങൾ പറയാറില്ല. അത് മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനാണ് അധികവും പലരും ചെയ്യുന്നത്. നല്ലതുപോലെ നല്ല എഫർട്ട് എടുത്ത് ഒരു ടെസ്റ്റിന് വേണ്ടി നിരന്തരം പഠിക്കുക, ഇൻ്റർവ്യൂ എങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ളത് വീണ്ടും വീണ്ടും തയ്യാറെടുക്കുക. ഇങ്ങനെ നിരന്തരമായി പരിശ്രമം നടത്തിയിട്ട് ആ പരീക്ഷയുടെയും ഇൻ്റർവ്യൂവിൻ്റെയും ദിവസം ഒരു അമ്പലത്തിൽ പോയി ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ഒരു വഴിപാടിനുമൊക്കെ കൊടുത്തു പോകുന്നത് ഒരു മനസ്സമാധാനവും കൂടിയാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വേണ്ട രീതിയിൽ ഒരു പരിശ്രമവും ചെയ്യാതെ വഴിപാട് മാത്രം നടത്തിയിട്ട് പോയി പരീക്ഷ എഴുതി തോറ്റു കഴിഞ്ഞിട്ട് കുറ്റം പറയുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. അതാണ് അന്ധവിശ്വാസം. എന്തിലും കർമ്മം വളരെ പ്രധാനമാണ്. കർമ്മത്തിൻ്റെ ഗുണനിലവാരം നല്ലതുപോലെ ഉണ്ടാകണം. നമ്മളുടെ ശ്രദ്ധയും പരിശ്രമവും വളരെ കൂടുതലായിട്ടുണ്ടാകണം. അതായിരിക്കണം മുൻപന്തിയിൽ നിൽക്കേണ്ടത്. അതിൻ്റെ എല്ലാം ഉപരി ആഴങ്ങളിൽ മനസ്സിൻ്റെ സൂക്ഷ്മബോധ തലത്തിൽ നമുക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരാത്മവിശ്വാസമായിരിക്കണം ഭക്തി അഥവാ ദൈവവിശ്വാസം എന്നുള്ളത്. എൻ്റെ ബോധമണ്ഡലത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശ്വര തത്വം എല്ലാ കാര്യങ്ങളിലും എനിക്ക് തുണയാകും എന്ന് എനിക്ക് തന്നെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതെല്ലാം തനിയെ നടക്കും. അതാണ് ശരിയായ വിശ്വാസം. അല്ലാതെ മനസ്സ് ഒരിടത്ത് അർപ്പിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളൊരു അമ്പലത്തിൽ പോയി യാന്ത്രികമായിട്ട് അവിടെ നോക്കി ഇവിടെ നോക്കി ചുറ്റുപാടുള്ള കാഴ്ചകളും കണ്ട് 100-200 രൂപ കൊടുത്ത് ഒരു വഴിപാട് നടത്തി കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഗുണമില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നിങ്ങൾ 200 രൂപ കൊടുത്തു എന്നുള്ളത് ശരിയാണ്. മനസ്സുകൊണ്ട് ആ പൂജ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല, അതിൽ പങ്കെടുത്തിട്ടില്ല, പിന്നെ എങ്ങനെ ഫലമുണ്ടാകും? മനസ്സ അർപ്പിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലമുണ്ട്.